ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തായിട്ട് ആ ഒരു ഫൈറ്റ് അവസാനിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും ആ ഒരു ഏരിയയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇനി മുതൽ ആര്യനും ജിസേലിനും ആദ്യം ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം, അവര് കഴിക്കട്ടെ എന്ന രീതിയിൽ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് റെന ആര്യനെ വിളിച്ച് ഈ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ഈ പറയുന്ന ആര്യനും ജിസേലിനും ഇഷ്ടമില്ല. ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്. ചോറ് കഴിക്കാൻ ഇവർക്ക് ഇഷ്ടമില്ല. അവര് ചോറ് കഴിക്കാനായിട്ട് വരാറില്ല. ഇതിപ്പോ കുറെ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് തീർന്നു പോയെന്ന് പറഞ്ഞിട്ട് ഇവര് വേറെ ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ്. ഇന്നലെയും ഇന്നും ഒക്കെ അത് അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് ഇവര് എന്താണ് ചെയ്തത്, കിച്ചണിൽ പോയി കുറെ കഴിഞ്ഞിട്ട് ആലു പറാത്ത ഉണ്ടാക്കി കഴിച്ചു. ചോറ് അവിടെ ഇരിപ്പുണ്ടായി. എന്നിട്ട് ആലു പറാത്ത ഉണ്ടാക്കി കഴിച്ചു. ജിഷിൻ ഫുഡ് കഴിച്ചിട്ടില്ല എന്നൊരു എക്സ്ക്യൂസ് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്ത് കിച്ചൺ ക്യാപ്റ്റൻ പ്രവീണെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഇവര് കിച്ചണിൽ പോയി ആലു പൊറോട്ട ഉണ്ടാക്കുന്നത്. ജിഷിൻ ഈ ഒരു കാര്യത്തിൽ മിണ്ടുന്നില്ല, കാരണം ജിഷിനും ആലു പൊറോട്ട കഴിക്കണമെന്നുണ്ടായിരുന്നു കാണും. പിന്നീട് ലൈവിനകത്ത് ആദ്യം ജിസയിലും പിന്നെ ബിന്നിയും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത്, അത് കഴിഞ്ഞ് പിന്നെ റെനയും പ്രവീണും തമ്മിൽ ഈ ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ജിഷിൻ ഇത് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പ്രവീൺ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വായിട്ട് അലക്കുന്നത്, നിങ്ങൾ മിണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ട് ജിഷിനെ സൈലൻസിലാക്കുന്നുണ്ട്. അന്നപ്പോഴൊക്കെ പ്രവീൺ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇനിയും ഞാൻ ജിഷിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കും, ഞാൻ ആളെ വേറെ കിച്ചൺ ടീമിൽ ഇല്ലാത്ത ആളെയൊക്കെ വിളിച്ചു വരുത്തി ഞാൻ ജിഷിന് വേണ്ടി ഇനിയും ഫുഡ് ഉണ്ടാക്കുന്നുള്ള രീതിയിലൊക്കെ പ്രവീൺ പറയുന്നുണ്ടായിരുന്നു. 4 നേരവും എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി തരുന്ന ആളാണ് ജിഷിൻ. ഞാൻ ജിഷിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഇവിടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. വേറെ സെപ്പറേറ്റ് സാധനങ്ങൾ, ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പ്രവീൺ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തില് ഇത് ജിസേലിന്റെയും ആര്യന്റെയും ബുദ്ധിയിൽ ഉദിച്ച ഒരു സംഭവമാണ്. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഇഷ്യൂ ആയപ്പോൾ അവിടെ എങ്ങും ജിസേലിന്റെയും ആര്യന്റെയും ഒരു പൊടി പോലും ഇല്ലായിരുന്നു കണ്ടുപിടിക്കാൻ. റെന ഫാത്തിമ ഇവരുടെ പേരുകൾ വലിച്ചിടുമ്പോഴാണ് ഇവര് വരുന്നത്. ഞങ്ങൾക്ക് ചോറ് വേണ്ട, ആലു പറാത്ത മതി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ഒരു ചങ്കൂറ്റം പോലും ഇല്ലാത്തവരൊക്കെയാണല്ലോ ബിഗ് ബോസിൽ എടുത്തത് എന്ന് ഓർക്കുമ്പോഴാണ് എന്റെ ഒരു വിഷമം. ഇതിങ്ങനെയും 2 പേര് ചോറ് കഴിക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോരെ, ആലു പൊറോട്ട ഉണ്ടാക്കി തരത്തില്ലേ അവിടെ കിച്ചൺ ടീമിലുള്ളവര്. ലഞ്ചിന് നീ ചോറ് അടിച്ചു കയറ്റിയപ്പോ ഞങ്ങള് പറഞ്ഞായിരുന്നോ ഞങ്ങക്ക് ചോറ് കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ ഒരു മാസം അടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ചോറ് എല്ലാവർക്കുമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചോറ് കഴിക്കുക എന്നുള്ളത് ഒരു മിനിമം മര്യാദയാണ്. നമ്മളൊരു ക്രൗഡിന്റെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ പൊതുവെ ഒരു മര്യാദയുള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും കഴിക്കുന്ന സാധനം തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക, അതിപ്പോ എത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. പക്ഷെ ഇവരെന്താണ്, ഇവർ 2 പേരും ഭയങ്കര ഇലൈറ്റിസ്റ്റ് മെന്റാലിറ്റി ഉള്ള 2 ആളുകളാണ്. ഇവർക്ക് ആലു പൊറോട്ട കഴിക്കാൻ ഉള്ള ഒരു ആഗ്രഹം തോന്നിയാൽ ഇവര് വേണേ പോയി ആലു പൊറോട്ട ഉണ്ടാക്കും. പിന്നെ ആര്യൻ കുക്കിംഗ് ടീമിൽ നിന്നിട്ട് തന്റെ സൗകര്യത്തിനനുസരിച്ചാണ് ഓരോ സാധനങ്ങള് ഫ്രിഡ്ജിൽ നിന്നും അവിടുന്ന് ഇവിടെ നോക്കി എടുത്ത് യൂസ് ചെയ്ത് അവിടെ തീർക്കുന്നത്. എല്ലാവർക്കും കൂടിയായിട്ട് കിട്ടുന്ന റേഷനാണ്. അവിടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സാധനങ്ങൾ യൂസ് ചെയ്യുന്നതിനോടൊന്നും ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല, യോജിക്കാൻ പറ്റില്ല. റെന ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് റെനയോട് കാര്യം പറയുന്നത് വളരെ രസകരമായ രീതിയിലുള്ള ഒരു കാര്യമാണ്. നീയും ഇതേ ക്രൈം ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്നെ ആ ക്രൈമിന് അക്യൂസ് ചെയ്യാൻ നീ ആരുമല്ല, എന്നെ നീ ഇങ്ങനെ ക്രൈമിനായിട്ട് അക്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ 2 പേരും ക്രിമിനൽസ് ആണെന്നുള്ള രീതിയിലൊക്കെ റെനയോട് പറയുന്നുണ്ട്. എപ്പിസോഡിന്റെ അവസാനമുള്ള ഒരു സംഭാഷണമാണ് ഇത്. അപ്പൊ എല്ലാവരും തന്നെ വട്ടം കൂടിയിരുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. പ്രവീണും ജിഷിനും അനീഷും എല്ലാവരും ഉണ്ട് അവിടെ. ആര്യൻ, ജിസേല, ബിന്നി ഇന്ന് ഫൈറ്റ് ഉണ്ടാക്കി. ഈ ഒരു കേസ് പറഞ്ഞ് കിച്ചൺ ഏരിയയിൽ ഫൈറ്റ് ഉണ്ടാക്കി എല്ലാവരും തന്നെ ഇരിപ്പുണ്ട്. അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. റെനയും ആര്യനും കൂടി ഇരുന്ന് പറയുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.